നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ജെറിൻ ബ്രോ, നിഹാൽ ബ്രോ ഒക്കെ എവിടെ പോയി? ജാക്കിർ, ഹായ്, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് ജെറിൻ മോർണിംഗ്. ബ്രോ എന്തല്ല സുഖല്ലേ? ജെറിൻ ബ്രോ സുഖം. എടുക്കുന്നില്ല, ചിലപ്പം ജോയിൻ ചെയ്യുമായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആ, അപ്പൊ നമ്മൾ അതാണ് കഴിഞ്ഞ ബെറ്റർ. ക്ലാസ്സില് നിസ വന്നിട്ടുണ്ടല്ലോ. നിസക്ക് നൈറ്റ് ആയ കാരണാണോ ലൈവിൽ കയറാൻ പറ്റാത്തെ? എടാ നിസ അവിടെ ഇല്ലേ? ഓണാക്കി വെച്ച് പോയോ? ഉണ്ട് മാം, ഉണ്ട്. നൈറ്റ് ആയ കാരണാണോ കയറാൻ പറ്റാത്തെ ലൈവ് സെക്ഷനിൽ? കുറച്ച് തിരക്കായി പോയി. ഓക്കെ ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, 4 ഇയേഴ്സ് യൂസ്ഫുൾ ലൈഫുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇയർ 0 ആണ് നമ്മുടെ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ, നമ്മുടെ നെറ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചത് ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് ഇയർ. ദെൻ ബാക്കിയുള്ള നമ്മുടെ 4 ഇയർ യൂസ്ഫുൾ ലൈഫിൽ ബാക്കിയുള്ള ഇയർ 1, ഇയർ 2, ഇയർ 3 ആണ് സബ്സിക്വന്റ് ഇയേഴ്സ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് സബ്സിക്വന്റ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ്. അപ്പൊ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ പോലെ തന്നെ സബ്സിക്വന്റ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഐറ്റം ആണ് ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ബ്രാക്കറ്റിൽ എഴുതുക എക്സ്ക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. അത് പിന്നീട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഐറ്റം ആണ് ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. നിങ്ങൾക്ക് PPT കാണിച്ചു തരാം. ദെൻ മൂന്നാമത്തെ ഐറ്റം ആണ് സബ്സിക്വന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇഫ് എനി. The last item, subsequent investment if any. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഐറ്റം നോക്കാം, ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. എങ്ങനെയാണ് നമ്മൾ ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുക? റവന്യൂവിൽ നിന്ന് എക്സ്പെൻസ് കുറച്ച് ദെൻ അതിൽ നിന്ന് ടാക്സ് കുറച്ച് നമുക്ക് എന്ത് കിട്ടും? ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കിട്ടും അല്ലെ? പ്ലസ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആഫ്റ്റർ ടാക്സ് നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, നിങ്ങളോട് ഇനിയിപ്പോൾ ആഫ്റ്റർ ടാക്സ് നെറ്റ് സ്പെസിഫിക്കലി ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളോട് ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് പ്രീ ടാക്സ് കണ്ടുപിടിച്ച് പ്ലസ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടില്ല, ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ റവന്യൂവിൽ മൈനസ് എക്സ്പെൻസ്, അപ്പൊ നമുക്ക് പ്രീ ടാക്സ് കിട്ടും. ദെൻ അതിൽ നിന്ന്
ടാക്സ് കുറച്ച് ആഫ്റ്റർ ടാക്സ്. ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഇവിടെ രണ്ടാമത്തെ ഐറ്റം ആണ് ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ. ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഓൾഡ് എക്യുപ്മെന്റിന്റെ യൂസ്ഫുൾ ലൈഫ് 4 ഇയർ ആണ്. പക്ഷെ 2 വർഷം റിമൈനിങ് ഉള്ളപ്പോൾ അത് എന്ത് ചെയ്തു? സോൾഡ് ചെയ്തു. ഓക്കെ, 2 വർഷം റിമൈനിങ് ഉള്ളപ്പോൾ അത് സോൾഡ് ചെയ്തു. അപ്പൊ ഈ റിമൈനിങ് 2 ഇയേഴ്സിന്റെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ഫ്ലോന്റെ കാൽക്കുലേഷനിൽ കൺസിഡർ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഒരു അസംഷൻ പറയാണ്, നമുക്ക് ഓൾഡ് എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടിയത് ഒരു 10,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടിയത് 10,000 ആണ്. നമുക്ക് ന്യൂ എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടിയത് 12,000 ആണ്. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ആണെന്ന് വിചാരിക്കാം. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് അല്ല, ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ എടുക്കുക, ക്യാഷ് ഫ്ലോന്റെ കാൽക്കുലേഷനിൽ നമ്മൾ എടുക്കുക ഈ ഓൾഡ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡും ന്യൂ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡിന്റെയും ഡിഫറൻസ് ആണ്. ഓക്കെ, ഈ 10,000 നിന്നും എത്രത്തോളം ഇൻക്രിമെന്റ് ആയി? ഈ 2,000 ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എവിടെയാണ്, ഏത് ഇയേഴ്സിലാണ് എടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഓൾഡ് എക്യുപ്മെന്റിന്റെ യൂസ്ഫുൾ ലൈഫ് 4 ഇയർ ആണ്, റിമൈനിങ് ലൈഫ് 2 വർഷമുണ്ട്. അപ്പോഴാണ് അത് സോൾഡ് ചെയ്തത്. നമുക്ക് കിട്ടിയ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് 10,000 ഓൾഡും ന്യൂ എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് 12,000 ആണ്. ദെൻ ഈ ഡിഫറൻസ് 2,000 നമ്മൾ എന്ത് ചെയ്യും? ഇയർ 1ന്റെ ക്യാഷ് ഫ്ലോ കാൽക്കുലേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറഞ്ഞ് 2,000 ആണ് കാണിക്കുക. അപ്പോൾ 1 വർഷം കഴിഞ്ഞു. ദെൻ അഗെയിൻ ഇയർ 2ന്റെ ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നമ്മൾ 2,000 എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ ഇയർ 3ക്കാണ് ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ഉണ്ടോ? ഇല്ല. പിന്നെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇയർ 1, ഇയർ 2, ഇയർ 3, ഇതാണ് 4 ഇയർ യൂസ്ഫുൾ ലൈഫിന്റെ സബ്സീക്വന്റ് ക്യാഷ് ഫ്ലോ വരിക. ഓക്കെ, അപ്പോൾ റിമൈനിങ് ലൈഫുള്ള ഓൾഡ് എക്യുപ്മെന്റ് നമ്മൾ സോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നമ്മൾ എന്ത് ചെയ്യും? ഇയർ 1ൽ 2,000, ഇയർ 2ൽ 2,000, പിന്നെ ഇയർ 3ൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്, ന്യൂ എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് 12,000 ആണ്. ഇയർ 3ൽ നമ്മൾ എന്ത് ചെയ്യുക? 0 - 12,000. ഈ 12,000 ആണ് നമ്മൾ കാണിക്കുക. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ചെയ്ത് ഒന്നും കൂടെ സെറ്റ് ആവും. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ഇവിടെ ഈ ക്യാഷ് ഫ്ലോ കാണുന്ന സമയത്ത്, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കാണുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും എടുത്തൂടെ? അതർ മെത്തേഡ് ഒഴികെ ഇൻഡയറക്റ്റ് മെത്തേഡിനെക്കാളും ഏറ്റവും ബെറ്റർ, അതുപോലെ അതർ മറ്റേ ഫസ്റ്റ് മെത്തേഡിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് നമ്മൾ പഠിച്ച മെത്തേഡാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ ഇവിടെ ചെയ്യാം, ചെയ്തോണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചെയ്തു പോകേണ്ടത് ഈ ഒരു മെത്തേഡാണ്. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്ന ഡയറക്റ്റ് മെത്തേഡ് അല്ലേ? ഏതാ? ഇപ്പൊ ഇവിടെ ടാക്സ് ഷീൽഡ് എക്സ്ക്ലൂഡ് ആക്കുന്നുണ്ടെങ്കിൽ വെറും ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യുന്നില്ലല്ലോ. റവന്യൂന്ന് ഡയറക്റ്റ് എക്സ്പെൻസസ് കുറച്ച് പോയില്ലേന്ന്. ആ, പക്ഷെ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ മറ്റേ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എത്രയാണോ നമുക്ക് ഇൻകം ടാക്സ് കിട്ടിയത് അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് കുറക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യാഷ് റവന്യൂവിൽ നിന്ന് ക്യാഷ് എക്സ്പെൻസ് കുറച്ച്, പിന്നെ നമുക്ക് പ്രീ ടാക്സ് കിട്ടി, ദെൻ അതിന്റെ ആ ഒരു എമൗണ്ടിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് കുറച്ച്, പിന്നെ നമുക്ക് എന്ത് ചെയ്യും? ആഫ്റ്റർ ടാക്സ് കിട്ടി പ്ലസ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്, അങ്ങനെയാ ചെയ്യുന്നത്.
ചെയ്തോണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ പോവായിരിക്കും ബെറ്റർ. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡിപ്രിസിയേഷൻ ഷീൽഡിൽ നിന്ന് ഒഴിവാക്കണം, പ്ലസ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ, ഒഴിവാക്കണം. അപ്പൊ എക്സ്പെൻസിൽ ഡെപ്രിസിയേഷൻ കൂട്ടുന്നുണ്ടല്ലോ. ഏതിലാ? എക്സ്പെൻസിൽ നോൺ ക്യാഷ് എക്സ്പെൻസ് എടുക്കണ്ട. എക്സ്പെൻസിൽ ഓൾറെഡി നമ്മൾ എടുക്കൂലല്ലോ. നമുക്ക് ക്യാഷ് റവന്യൂ, ഒരു മിനിറ്റ്, ഇത് ക്യാഷ് അതർ മെത്തേഡിൽ തന്നെ പിന്നെ ഇത് പ്ലസ് ചെയ്യൂല എന്നുള്ളത് അല്ലേ? അതെ. ഡിപ്രിസിയേഷൻ ഇനിയിപ്പോ ഷീൽഡ് പ്ലസ് നമുക്ക് ചെയ്യൂല. അതെ അതെ അതെ, അത്രയും വ്യത്യാസമുള്ളൂ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ആണ്. എങ്ങനത്തെ കേസിൽ മാത്രം ഓൾഡ് എക്യുപ്മെന്റിന്റെ റിമൈനിങ് ലൈഫ് ഉള്ളപ്പോഴാണ് അത് സോൾവ് ചെയ്തിട്ടുള്ളത് എന്ന് ക്വസ്റ്റ്യനിൽ തന്നാൽ മാത്രം. അല്ലെങ്കിൽ ഓൾവേസ് ന്യൂ എക്യുപ്മെന്റിന്റെ എത്രയാണ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് കിട്ടിയത് അതായിരിക്കും നമ്മൾ എടുക്കുക. ഓൾഡ് എക്യുപ്മെന്റിന്റെ യൂസ്ഫുൾ ലൈഫ് 4 ഇയർ ആണ്. അത് സോൾഡ് ചെയ്തതും എൻഡ് ഓഫ് ദ 4 ഇയർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ എന്ത് വരുന്നില്ല, ആ ഒരു ഓൾഡ് എക്യുപ്മെന്റ് കാരണം ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ഇല്ല. ഓക്കെ, ഓൾഡ് എക്യുപ്മെന്റിന്റെ യൂസ്ഫുൾ ലൈഫ് 4th ഇയറും സോൾഡ് ചെയ്തത് 2nd ഇയറും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിമൈനിങ് ലൈഫ് എന്തുണ്ട്, 2 വർഷം ഉണ്ട്. ഓക്കെ, അപ്പൊ ആ 2 വർഷത്തെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നമ്മൾ എന്ത് ചെയ്യും, റെലവെന്റ് ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇയർ 1ലും ഇയർ 2ലും എടുക്കും. ഇനിയിപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് യൂസ്ഫുൾ ലൈഫ് 4 ഇയറും സോൾഡ് ചെയ്തത് 3rd ഇയറും ആണെന്നുണ്ടെങ്കിൽ റിമൈനിങ് ലൈഫ് അവിടെ എത്രയുള്ളത്, 1 ഇയർ ആണ്. അപ്പൊ ആ 1 ഇയറിലത്തെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നമ്മൾ എന്ത് ചെയ്യും, റെലവെന്റ് ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇയർ 1ലാണ് കൊടുക്കുക. ഓക്കെ, ഇയർ 1ൽ മാത്രം കൊടുത്താൽ മതി. അതോടുകൂടി ആ ഓൾഡ് എക്യുപ്മെന്റ് കാരണമുള്ള ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നമുക്ക് കഴിഞ്ഞു. പിന്നെ ഇയർ 2 മുതൽ ഓൾഡ് എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് 0 ആണ്. ക്ലിയർ ആണോ? അപ്പൊ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഓൾഡ് എക്യുപ്മെന്റിന് റിമൈനിങ് ലൈഫ് ഉള്ളപ്പോഴാണോ സോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ക്ലിയർ ആണോ? ഈ മെത്തേഡിൽ, അതായത് അതർ മെത്തേഡിൽ ക്യാഷ് ഫ്ലോ കാണുമ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് എന്തായിട്ട് എടുക്കില്ല നമ്മള്? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് Cash- നമ്മൾ എടുക്കൂല. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്, അത് നമ്മൾ കൺസിഡർ ചെയ്യൂല. അപ്പൊ നമുക്ക് ഗെയിൻ ഓൺ ലോസസ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ ആവശ്യമില്ല അല്ലേ, ഒരു ഓപ്പറേറ്റിംഗ് ഇൻകം മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ടാക്സ് ഷീൽഡ് വരെ കാണാൻ അല്ലേ? അതെ അതെ അതെ, ഗെയിൻ ഓർ ലോസ് നമ്മൾ ഒരു എക്യുപ്മെന്റ് സോൾവ് ചെയ്തിട്ട് അതിന്റെ ക്യാഷ് റിസീവ്ഡും then അതിന്റെ ടാക്സ് ബേസിസും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഗെയിൻ ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഇവിടെ നമ്മൾ നോക്കുന്നത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോന്റെ കാൽക്കുലേഷൻ ആണ്. അതായത് ഇനി ക്വസ്റ്റ്യനിൽ Okay. വേരിയബിൾ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെൻസ് ആക്കിയിട്ട് എടുക്കും. അതായത് നമ്മൾ നോർമലി ക്യാഷ് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, അതായത് പിന്നെ അതായത് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഇൻകത്തുനിന്ന് നെറ്റ് ഇൻകം പ്ലസ് പിന്നെ ഡിപ്രീസിയേഷൻ, നോൺ അതെ, നോൺ ക്യാഷ് ക്യാഷ് ഐറ്റംസ് എക്സ്പെൻസ്. ഗെയിൻ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്തൂടെ? അത് ഏത് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. നെറ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കാൽക്കുലേഷൻ ആണോ? അല്ല, നോർമൽ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ക്യാഷ് റിലേറ്റഡ് എല്ലതും നമ്മൾ എടുക്കും. ക്യാഷ് റവന്യൂ എല്ലാം നമ്മൾ എടുക്കും, ക്യാഷ് എക്സ്പെൻസ് എല്ലാം നമ്മൾ എടുക്കും. നോൺ ക്യാഷ് എടുക്കൂല, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എടുക്കൂല. ഫിനാൻസിങ് അത് ആക്ടിവിറ്റി, ഡയറക്റ്റ് മെത്തേഡിൽ എടുക്കൂലേ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്? ആ ഡയറക്റ്റ് മെത്തേഡിൽ ആ നെറ്റ് ഇൻകത്തിലുള്ള ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എടുക്കൂല, ഇൻകം ടാക്സ് എടുക്കുള്ളൂ. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമ്മൾ എടുക്കൂല. പക്ഷെ നമ്മള് ഡെപ്രിസിയേഷൻ എടുക്കുന്നില്ലേ? ഡിപ്രീസിയേഷൻ എടുത്തിട്ടില്ലല്ലോ ഡയറക്റ്റ് മെത്തേഡില്. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ എടുക്കുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡിൽ നെറ്റ് ഇൻകത്തിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്തു ഡിപ്രീസിയേഷൻ എക്സ്പെൻസ്, അതുപോലെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമുക്ക് ആഡ് ബാക്ക് ചെയ്യണം. അതിന്റെ ഒരു Okay. ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ചെയ്യാം. ഓക്കെ. ഓക്കെ, ഇപ്പൊ തന്നെ ചെയ്യാം, കൺഫ്യൂഷൻ വേണ്ട. വെയിറ്റ് ചെയ്യും, ഞാൻ ക്വസ്റ്റ്യൻ നോക്കട്ടെ.
ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് സബ്സീക്വന്റിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നമ്മളോട് ബിഫോർ ടാക്സ് ചോദിച്ചിട്ടുള്ളത്, ആഫ്റ്റർ ടാക്സ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ 41. അവിടെ പ്രീ ടാക്സ് ആണ്. ഓക്കെ, ഇതൊന്ന് ചെയ്തേ. The annual cash flow from this investment before tax consideration. പ്രീ ടാക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഏതായാലും ഇല്ല, ഇത് വേണം. ആ, ഓപ്ഷൻ കാണിച്ചു തരാം. ബി ആണോ? യെസ്, ബി. രണ്ട് മെത്തേഡിലൂടെയും ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. ഒന്നെങ്കിൽ നമുക്ക് ആഡ് ബാക്ക് ചെയ്തിട്ട് ചെയ്യാം, നെറ്റ് ഇൻകത്തിന്റെ കൂടെ നോൺ ക്യാഷ് എക്സ്പെൻസും ഇൻട്രസ്റ്റ് എക്സ്പെൻസും ആഡ് ബാക്ക് ചെയ്തിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് റവന്യൂവിൽ നിന്ന് ക്യാഷ് എക്സ്പെൻസ് കുറച്ചാലും കിട്ടും. ബാക്കിയുള്ളവർക്ക് കിട്ടിയോ? യെസ് യെസ്, റഹ്മത്ത്. നമുക്കൊന്നെങ്കിൽ എങ്ങനെ ചെയ്യാം? റവന്യൂവിൽ നിന്ന് ഡയറക്റ്റ് കോസ്റ്റ്, വേരിയബിൾ ഓവർഹെഡ്, ഫിക്സഡ് ഓവർഹെഡ്, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 2,70,000 കിട്ടും. അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 1,92,000 പ്ലസ് നോൺ ക്യാഷ് എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ 70,000 പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 8,000 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2,70,000 കിട്ടും.
ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല, ഇൻകം ടാക്സ് തന്നിട്ടില്ല, പ്രീ ടാക്സ് ആണ് അവർ തന്നിട്ടുള്ളത്. ഇൻകം ടാക്സ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതും കൂടെ ഇൻകം ടാക്സും കൂടെ കുറക്കും. ഓക്കെ, മാത്രല്ല നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ആഫ്റ്റർ ടാക്സ് കണ്ടിട്ട് ആഡ് ചെയ്യും. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനി സബ്സീക്വന്റ് ക്യാഷ് ഫ്ലോക്ക് തന്നെ പോയാലോ? ബാക്കിയുള്ളവരൊക്കെ ചെയ്തില്ലേ? എടാ, ബാക്കിയുള്ളവരൊക്കെ ചെയ്തില്ലേ? യെസ്. അപ്പൊ സബ്സീക്വന്റ് ഓർ ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോയില് ഫസ്റ്റ് ആയിട്ടാണ് ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, എക്സ്ക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. then അടുത്തത് ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. അത് ഏത് കേസിലാണ് നമുക്ക് വരിക, ഓൾഡ് എക്യുപ്മെന്റിന്റെ റിമൈനിങ് ലൈഫ് ഉള്ളപ്പോഴാണ് അത് സോൾവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ വരിക. ഓക്കെ, അത് നമ്മുടെ ഹോക്കിൽ അധികം ക്വസ്റ്റ്യൻസ് ഇല്ല, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു ടേം മറന്നു പോകരുത് എക്സാമിനൊക്കെ. അടുത്തത് സബ്സീക്വന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇഫ് എനി. ഇപ്പൊ ഇയർ 3 അല്ലെങ്കിൽ ഇയർ 2 നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് ഇയർ 3 നമ്മൾ എന്ത് ചെയ്യും, കാണിക്കും. അതുപോലെ തന്നെ സബ്സീക്വന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇഫ് എനി. നമ്മുടെ സബ്സീക്വന്റ് ഇയേഴ്സിൽ എന്തെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ഇൻക്രിമെന്റൽ ആനുവൽ ക്യാഷ് ഫ്ലോ, അല്ലാന്നുണ്ടെങ്കിൽ സബ്സീക്വന്റ് ക്യാഷ് ഫ്ലോ കിട്ടും. ക്ലിയർ ആണോ? ഈ 4 ഐറ്റം ക്ലിയർ ആണോ? എന്തേലും ഡൗട്ട് ഉണ്ടോ? എന്തേലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സീക്വന്റിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഈ സബ്സീക്വന്റ് വർക്കിംഗ് ക്യാപിറ്റൽ അത് ഇയർ 0-ലല്ലേ ഇത് നമ്മൾ എടുക്കാം? ഇയർ സീറോയില് നമ്മൾ എന്ത് ചെയ്യും, അത് ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കും. ഇവിടുത്തെ സബ്സിക്വന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ തരികയാണ്, ഇയർ 3 ഇത്രയും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇയർ 2 ഇത്രയും വർക്കിംഗ് ക്യാപിറ്റലിന്റെ റിക്വയർമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഇയർ 3 അത് കാണിക്കും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക് അങ്ങനത്തെ. അതായത് സബ്സീക്വന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? അപ്പൊ ഇയർ 3 പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എന്ന് അതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐ മീൻ അതെ, സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഡീഷണൽ സെപ്പറേറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയല്ലേ? അതെ അതെ, അത് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഇയറിൽ മാത്രമാണ് കാണിക്കുക. ഓക്കെ. എന്നിട്ട് ലാസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ എല്ലാ വർക്കിംഗ് ക്യാപിറ്റലും കൂടെ നമുക്ക് ഇൻഫ്ലോ ആയിട്ട് കാണിക്കും. ഓക്കെ, അപ്പൊ ഇയർ 3 അതെന്തായിട്ട് കാണിക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആയിട്ടാ? ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കും. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ ഇത് എഴുതി വെച്ചോ? ഇത് എഴുതി വെച്ചായിരുന്നോ? എഴുതുന്നുണ്ട് മാം. ഓക്കെ,
എഴുതി കഴിഞ്ഞു മാം. ചേട്ടാ എല്ലാവരും എഴുതിയില്ലേ? മാം കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 15 നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദ സെക്കൻഡ് ഇയേഴ്സ് റെലവെന്റ് ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ ആണ്, അതായത് സബ്സീക്വന്റ് ക്യാഷ് ഫ്ലോ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഇയർ മെൻഷൻ ചെയ്യും, ചില ക്വസ്റ്റ്യനിൽ സബ്സീക്വന്റ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോ എന്നും ചോദിക്കും. അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ ക്യാഷ് ഫ്ലോ കാണണം. നമുക്ക് ഫസ്റ്റ് വേണ്ട ഐറ്റം എന്താണ്? ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുക. എ കമ്പനി ഇൻസ്റ്റാൾഡ് ന്യൂ എക്യുപ്മെന്റ് വിത്ത് എ 4-year യൂസ്ഫുൾ ലൈഫ് ആൻഡ് നോ സാൽവേജ് വാല്യൂ. അപ്പോൾ ന്യൂ എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, 4 വർഷമാണ് യൂസ്ഫുൾ ലൈഫ് ആൻഡ് നോ സാൽവേജ് വാല്യൂ. The new equipment costs 6 lakh and will generate pre-tax cash savings 1,50,000. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആനുവൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 1,50,000. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ പ്രീ ടാക്സ് ക്യാഷ് സേവിങ്സ് എന്ന് പറഞ്ഞ് തരും, ചിലപ്പോൾ ഡയറക്റ്റ്ലി പ്രീ ടാക്സ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ് തരും. ഓക്കെ, ടേംസ് ആണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ് ഡയറക്റ്റ്ലി തരും. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റിഡക്ഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തരും. പുതിയ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തപ്പോൾ ലേബർ കോസ്റ്റ് ഇത്രയും റിഡ്യൂസ് ആയി, ഇവിടെ കണ്ടോ ഇവർക്ക് ഇത്രയും ക്യാഷ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇതാണ് നമ്മുടെ ആനുവൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് പ്രീ ടാക്സ് ആനുവൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 1,50,000. ക്ലിയർ ആണോ? നമുക്ക് ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റവന്യൂ എക്സ്പെൻസും തരാണ്ട് ഇതുപോലെ പ്രീ ടാക്സ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ പ്രീ ടാക്സ് ക്യാഷ് സേവിങ്സ് അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ ലേബർ കോസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏത് ടേം വന്നാലും നമുക്കതെന്താണ്, ആനുവൽ ക്യാഷ് ഫ്ലോ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ 1,50,000 പ്രീ ടാക്സ് ആയ കാരണം നമുക്കത് എന്തിലേക്ക് മാറ്റണം, ആഫ്റ്റർ ടാക്സിലേക്ക് മാറ്റണം. ടാക്സ് റേറ്റ് എത്രയാണ്? 40%. അപ്പൊ 1,50,000 മൈനസ് 40% എത്ര കിട്ടും? 90,000. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞു. സബ്സീക്വന്റ് ക്യാഷ് ഫ്ലോയിലെ ഇയർ 2 ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞു. ഇനി രണ്ടാമത്തതാണ് ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. അപ്പൊ നമുക്ക് നോക്കാം. ഓൾഡ് എക്യുപ്മെന്റ് വിത്ത് എ ബുക്ക് വാല്യൂ ഓഫ് $50,000 and remaining life of 2 years was sold for $20,000 when the new equipment was purchased. അപ്പൊ പുതിയ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, 2 വർഷം റിമൈനിങ് ലൈഫുള്ള ഓൾഡ് എക്യുപ്മെന്റ് സോൾഡ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല, ഓൾഡ് എക്യുപ്മെന്റിന്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാന്ന് തന്നിട്ടില്ല. റിമൈനിങ് ലൈഫ് 2 വർഷമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓൾഡ് എക്യുപ്മെന്റിന്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാണോ അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റിന്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണോ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് കാണുന്നത് പറഞ്ഞുതരാം. ഓൾഡ് എക്യുപ്മെന്റ് ഇവിടെ നമുക്ക് ബുക്ക് വാല്യൂ 50,000 ഡിവൈഡഡ് ബൈ റിമൈനിങ് ലൈഫ് 2. 50,000 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും നമുക്ക്? 25,000. ഇതാണ് ഇവിടുത്തെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഇവിടെ നമുക്ക് ഒറിജിനൽ കോസ്റ്റും യൂസ്ഫുൾ ലൈഫും തരാത്ത കാരണം ഉള്ള ഡാറ്റ വെച്ചിട്ട് ഈ ബുക്ക് വാല്യൂ 50,000 ഡിവൈഡഡ് ബൈ
നമ്മൾ എന്ത് ചെയ്തു, റിമൈനിങ് ലൈഫ് 2 years ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, 25,000 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ 25,000 ഇൻറ്റു 40% ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ഓഫ് ഓൾഡ് എക്യുപ്മെന്റ് കിട്ടും. 25,000 ഇൻറ്റു 40% 10,000. അപ്പൊ നമുക്ക് ഓൾഡ് എക്യുപ്മെന്റിന്റെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കാണാം. ന്യൂ എക്യുപ്മെന്റ് എത്രക്കാണ് പർച്ചേസ് ചെയ്തത്, 6 lakhനാണ് ന്യൂ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തത്. യൂസ്ഫുൾ ലൈഫ് എത്രയാണ്, 4 years. അപ്പോൾ ന്യൂ എക്യുപ്മെന്റ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു 6 lakh divided by 4. എത്ര കിട്ടും, 1,50,000. അത് ഇൻറ്റു ടാക്സ് റേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് കിട്ടും. 1,50,000 ഇൻറ്റു 40%, 60,000. ഓക്കെ, അപ്പോ ഇയർ 2-ലെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇയർ 2-ലെ ഇയർ 1-ലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് 60,000 മൈനസ് 10,000. ഓക്കെ, ഇയർ 2-ലും എന്താ ചെയ്യേണ്ടത്, 60,000 മൈനസ് 10,000 എത്രയാണ് നമുക്ക് കിട്ടുക, 50,000 ആണ് നമ്മുടെ ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് വരിക. ഓക്കെ, ഇനി അടുത്ത ഐറ്റം സബ്സീക്വന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇഫ് എനി. എന്തെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇല്ല. ദെൻ സബ്സീക്വന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇഫ് എനി, അതും ഇല്ല. അപ്പൊ നമ്മുടെ ഇയർ 2-ലെ ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ സബ്സീക്വന്റ് ക്യാഷ് ഫ്ലോ എത്രയാണ്, 90,000 പ്ലസ് 50,000, 1,40,000. മനസ്സിലായോ? മനസ്സിലായോ? ഇത് ഇയർ 2-ലെ ചോദിച്ചോണ്ട് മാത്രമാണ് ഇയർ 2-ന്റെ മാത്രം കണ്ടത്. അതെ, നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇയർ 1-ന്റെയും കൂടെ കാണണേ. ഇയർ 1-ന്റെയും കാണണം, ഇയർ 3-യുടേതും കാണണം.
യെസ് കറക്റ്റ് സാക്കിർ. ബാക്കിയുള്ളവരും കൂടെ ചെയ്യാം. എടാ കിട്ടിയോ? ഇയർ 3 കറക്റ്റ് അല്ല റഹ്മത്ത്. ഇയർ 3 കറക്റ്റ് അല്ല. നോക്ക. അപ്പൊ ഇയർ 2-ലത്തെ ക്യാഷ് ഫ്ലോ നമുക്ക് 1,40,000 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇയർ 1-ലത്തത് ആദ്യം കാണാം. ഓക്കെ, ഇയർ 1. ഇയർ 1-ലും ഫസ്റ്റ് ഐറ്റം തന്നെയാണ് ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 90,000. ദെൻ ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നമുക്ക് പറഞ്ഞു 2 വർഷം റിമൈനിങ് ലൈഫ് ഉണ്ട് ഓൾഡ് എക്യുപ്മെന്റിന്റെ. അപ്പൊ അതിലത്തെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നമ്മൾ എന്ത് ചെയ്യും? ഇയർ 1-ലും കൺസിഡർ ചെയ്യും, ഇയർ 2-ലും കൺസിഡർ ചെയ്യും. അപ്പൊ ഇയർ 1-ലത്തെ ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്തെന്നെയാണ്? ഓൾഡ് എക്യുപ്മെന്റ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് 10,000 മൈനസ് ന്യൂ എക്യുപ്മെന്റ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് 60,000. 50,000. വേറെ വർക്കിംഗ് ക്യാപിറ്റലോ ഇൻവെസ്റ്റ്മെന്റോ ഒന്നുമില്ല. ഇപ്പൊ 1,40,000 തന്നെയാണ് എന്ത് വരിക? ഇയർ 1-ലത്തെ സബ്സീക്വന്റ് ക്യാഷ് ഫ്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇയർ 3-ലത്തെ ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാം. ഇയർ 3. ഇയർ 3-ല് നമുക്ക് ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 1,50,000 മൈനസ് 40%, 90,000. അടുത്തത് ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. ഇവിടെ നോക്കിയേ, ഇയർ 1-ഓടും ഇയർ 2-ഓടും കൂടി നമ്മുടെ ഓൾഡ് എക്യുപ്മെന്റിന്റെ റിമൈനിങ് ലൈഫുള്ള 2 ഇയേഴ്സിന്റെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇയർ 3-ല് ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്താണ്? ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. ഓൾഡ് എക്യുപ്മെന്റ് എന്തായി? 0 ആയി. ഓക്കെ, ന്യൂ എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എത്രയായിരുന്നു? 6 lakh
divided by useful life 4 is equal to എത്രയായിരുന്നു നമുക്ക് 6 lakh divided by 4 150,000. 150,000 into എത്രയാണ് ടാക്സ് റേറ്റ് 40%. 60,000 ആണ് നമ്മുടെ ന്യൂ എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എടുക്കുക 60,000. അപ്പൊ 60,000 90,000 പ്ലസ് 60,000 1,50,000. ക്ലിയർ ആണോ? നമുക്ക് റിമൈനിങ് ലൈഫ് എത്രയാ ഉള്ളത് ആ വർഷം വരെയുള്ള ഡിപ്രീസിയേഷൻ ടാക്സ് സേവിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുക റെലവെന്റ് ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുക. ദെൻ നെക്സ്റ്റ് ഇയർ തൊട്ട് അവിടെ ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ഇല്ല. കാരണം ഓൾഡ് എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് പിന്നെ എന്തായി 0 ആയി. ഓക്കെ, ക്ലിയർ ആണോ? Yes. ക്ലിയർ ആണോ? പക്ഷെ ഞാൻ ഒരു കാര്യം ആ. ചോദിക്കട്ടെ, ഇതെങ്ങനെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഇൻക്രിമെന്റൽ ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് ആണോ അല്ലെ നോർമൽ ടാക്സ് ഷീൽഡ് ആണോ നമ്മൾ എടുക്കാന്നുള്ളത് അതായത് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ക്യാച്ച് നമുക്ക് ഐറ്റംസ് ഉണ്ടോ? ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതുപോലെ തന്നിട്ടുണ്ടാവും. ഓൾഡ് എക്യുപ്മെന്റിന്റെ ഡാറ്റ തന്നിട്ട് ആ ഓൾഡ് എക്യുപ്മെന്റിന്റെ യൂസ്ഫുൾ ലൈഫ് ഇത്രയും വർഷമുള്ളപ്പോൾ അത് എന്താ പറയാ 5 വർഷമുള്ളപ്പോൾ 4th ഇയറിൽ സോൾഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ 1 വർഷം ബാക്കി ഉണ്ട് എന്നുള്ളത്. ചിലപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് റിമൈനിങ് ലൈഫ് എന്ന് പറഞ്ഞ് തരൂല. ഞാൻ പറഞ്ഞ പോലെ 5 വർഷമാണ് ഓൾഡ് എക്യുപ്മെന്റിന്റെ യൂസ്ഫുൾ ലൈഫ്. 4th ഇയറിലെ എൻഡിൽ അത് എന്ത് ചെയ്തു സോൾഡ് ചെയ്തു, അല്ലെങ്കിൽ ന്യൂ എക്യുപ്മെന്റ് വന്നപ്പോൾ അത് റീപ്ലേസ് ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ 1 ഇയറും കൂടെ റിമൈനിങ് ഉണ്ട്. ആ 1 ഇയർ നമ്മൾ എന്ത് ചെയ്യണം റെലവെന്റ് ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇയർ 1 ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡിൽ എടുക്കണം എന്നുള്ളത്. ക്ലിയർ ആണോ? അതായത് ഇപ്പൊ 10 ഇയേഴ്സിന്റെ തന്നിട്ട് 8 ഇയേഴ്സ് ആ. വരെയാണ് നമ്മൾ സർവീസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 2 ഇയേഴ്സ് നമ്മൾ ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് കാണിക്കണം ഇൻക്രിമെന്റൽ ആയിട്ട്. കാണിക്കണം ഇയർ 1 ഇയർ 2 എത്ര വർഷം. ഇപ്പൊ ഇയർ 5 വർഷം 10 വർഷം യൂസ്ഫുൾ ലൈഫ് ഉള്ളതിന് 5ാമത്തെ വർഷം സോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കി 5 വർഷം വരെയുള്ള ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നമ്മൾ എന്ത് ചെയ്യണം റെലവെന്റ് ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇയർ 5 വരെയുള്ള ഇതിൽ കൺസിഡർ ചെയ്യണം. ഇൻക്രിമെന്റിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. The company is planning to purchase a new equipment costing $1 lakh. With no salvage value, with a useful life of 4 years. It has an existing equipment with a useful life of 4 years.
that was purchased three years ago for $80,000. The new equipment will replace the old equipment immediately after its installation. The company will receive $80,000 from the disposal of the old equipment. The company use straight line method for calculating depreciation for tax purpose. Tax rate is 30%. Assume the project will receive additional annual cash revenue of $40,000 and incur cash expense of $20,000 calculate after tax incremental calculate incremental net annual cash flow for year 1, 2, 3. ഓക്കെ ഒന്ന് ചെയ്ത് നോക്കിയേ.
ഇയർ വണ്ണിലത്തത് എത്ര കിട്ടി നിഹാൽ? ഇയർ വൺ ഒന്നും കൂടെ ചെയ്ത് നോക്കിയേ. സെയിം അല്ല. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നന്നായി വായിച്ചു നോക്കുക. യെസ്, കറക്റ്റ് സാക്കിർ. എടാ, ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയില്ലേ? ബാക്കിയുള്ളവരൊന്നും പറയുന്നില്ലല്ലോ.
ഓ. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി ഈസ് പ്ലാനിങ് ടു പർച്ചേസ് എ ന്യൂ എക്യുപ്മെന്റ് കോസ്റ്റിംഗ് 1 lakh വിത്ത് നോ സാൽവേജ് വാല്യൂ വിത്ത് യൂസ്ഫുൾ ലൈഫ് ഫോർ 4 years. അപ്പൊ ന്യൂ എക്യുപ്മെന്റിന്റെ ഒറിജിനൽ കോസ്റ്റ് 1 lakh ആണ്. ദെൻ യൂസ്ഫുൾ ലൈഫ് എത്രയാണ്? 4 years. ഇറ്റ് ഹാസ് എൻ എക്സിസ്റ്റിംഗ് എക്യുപ്മെന്റ്. കമ്പനിക്ക് എന്തുണ്ട്? ഒരു ഓൾഡ് എക്യുപ്മെന്റ് ഉണ്ട് വിത്ത് യൂസ്ഫുൾ ലൈഫ് ഓഫ് 4 years. 4 years ആണ് യൂസ്ഫുൾ ലൈഫ്. ദാറ്റ് വാസ് പർച്ചേസ് 3 years എഗോ ഫോർ $80,000. 4 വർഷം യൂസ്ഫുൾ ലൈഫ് ഉള്ള എക്യുപ്മെന്റ് നമ്മൾ 3 വർഷം മുമ്പേ പർച്ചേസ് ചെയ്തത് എത്ര രൂപക്കാണ്? 80,000 രൂപക്കാണ്. ഓക്കെ, $80,000. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ തന്നെ നമുക്കറിയാം 3 വർഷം മുന്നേ ആണ് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞു, 4 വർഷമാണ് യൂസ്ഫുൾ ലൈഫ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആ 3-ാമത്തെ വർഷത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇവര് ന്യൂ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുള്ളത്. The new equipment will replace the old equipment immediately after its installation. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ ഓൾഡ് എക്യുപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിവാക്കുന്നുണ്ട്. The company will receive $80,000 from the disposal of the old equipment. ഓൾഡ് എക്യുപ്മെന്റ് ഡിസ്പോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 18,000 ആണ്. SLM മെത്തേഡ് ആണ് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റവന്യൂ തന്നിട്ടുണ്ട്, ക്യാഷ് എക്സ്പെൻസും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇയർ 1, ഇയർ 2, ഇയർ 3 ഇയേഴ്സിലെ ക്യാഷ് ഫ്ലോ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കണം. ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? റവന്യൂവിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചു, ദെൻ പ്രീ ടാക്സ് കിട്ടി, അതിൽ നിന്ന് ടാക്സ് കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആഫ്റ്റർ ടാക്സ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഫസ്റ്റ് ഐറ്റം 14,000 ഇയർ 1, ഇയർ 2, ഇയർ 3 വരെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് കാണണം. നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞു 4 വർഷമാണ് ഓൾഡ് എക്യുപ്മെന്റിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന്. അപ്പോൾ ഓൾഡ് എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ എത്രയെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ഓൾഡ് എക്യുപ്മെന്റ് ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും? അതിന്റെ ഒറിജിനൽ കോസ്റ്റ് 80,000 ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് എത്രയാണ്? 4. അപ്പോൾ 20,000 ആണ് നമ്മുടെ ഓൾഡ് എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ന്യൂ എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ എത്രയാന്ന് നോക്കാം. ന്യൂ എക്യുപ്മെന്റിന്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്? 1 lakh ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? 25,000 ആണ് ന്യൂ എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രിമെന്റിൽ കണ്ടൂടെ? 20,000 ഓൾഡ് എക്യുപ്മെന്റ് ഉണ്ട്, മൈനസ് ന്യൂ എക്യുപ്മെന്റിന്റെ എത്രയാണ്? 25,000. അപ്പൊ 5,000 ഇവിടെ എന്താണ്? ഇൻക്രിമെന്റൽ ആണ്. ഇനി ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എങ്ങനെ കാണാം? ഈസ് ഈക്വൽ ടു ഇങ്ങനെയും കാണാം, അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നിന്റെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എടുത്തിട്ട് അങ്ങനെയും കാണാം. രണ്ട് ചെയ്താലും സെയിം ആണ്. 5,000 ഇൻറ്റു എത്രയായിരുന്നു നമ്മുടെ ടാക്സ് റേറ്റ്? 30%. 1,500 നമുക്ക് എന്ത് കിട്ടി? ഡിപ്രീസിയേഷൻ, ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് കിട്ടി ഇയർ 1. ഇനി നമുക്ക് ഇയർ 2 നോക്കാം. ഇനി ഇവിടെ ഓൾഡ് എക്യുപ്മെന്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടോ? ഓൾഡ് എക്യുപ്മെന്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടോ ഇയർ 2 ക്യാഷ് ഫ്ലോയിൽ? ഇല്ല. ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ന്യൂ എക്യുപ്മെന്റിന്റെ എന്ത് തന്നെയാണ്? 25,000. അപ്പോൾ ഇവിടെ ഇൻക്രിമെന്റിൽ ഉണ്ടോ? ഇല്ല. നമുക്ക് എത്ര തന്നെയാണ് വരിക? 25,000 തന്നെയാണ് ഡിപ്രീസിയേഷൻ വരിക. ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എത്ര വരും? ഈസ് ഈക്വൽ ടു 25,000 ഇൻറ്റു എത്രയാണ് നമ്മുടെ ടാക്സ് റേറ്റ്? 30%.
7,500. ഇനി ഇയർ 3 സെയിം 0, 25,000, 7,500. ഇവിടെ കണ്ടോ 4 വർഷമാണ് യൂസ്ഫുൾ ലൈഫ്. 3-ാമത്തെ വർഷം എന്ത് ചെയ്യുന്നുണ്ട്? ഓൾഡ് എക്യുപ്മെന്റ് സോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 4-ാമത്തെ വർഷത്തെ ഒരു വർഷം ബാലൻസ് ഉള്ള റിമൈനിങ് ലൈഫ് ഉള്ള ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നമ്മൾ എന്ത് ചെയ്യും? ഇയർ 1ലേക്ക് എടുക്കും. ഇനി നോക്കിയേ, 4 വർഷം യൂസ്ഫുൾ ലൈഫ് ഉള്ളത് 2 വർഷം ആവുമ്പോൾ നമ്മൾ സോൾഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇയർ 1ലും ഇയർ 2വിലും വരും. മനസ്സിലായോ? എത്രയാണ് ബാലൻസ് ഉള്ളത്? ആ ബാലൻസ് ഉള്ള ഇയേഴ്സ് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ റെലവൻറ്റ് ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽക്കും വരും. ബാക്കിയുള്ള ഇയർ മുതൽ പിന്നെ എന്തായിരിക്കും? ഓൾഡ് എക്യുപ്മെന്റ് ഡിപ്രീസിയേഷൻ ടാക്സ് സേവിങ് കഴിഞ്ഞു. പിന്നെ അവിടെ എന്താണ്? 0 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാം. ഇയർ 1 ഇങ്ങനെ ഒരു കറക്റ്റ് ഇങ്ങനെ എഴുതി പോയാൽ മതിയേ. ഇയർ 2, ഇയർ 3. ഫസ്റ്റ് ഐറ്റം ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. മിസ്സേ, ആ നമ്മൾ ന്യൂ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് ഓൾഡ് എക്യുപ്മെന്റ് നമ്മൾ സെല് ചെയ്തിട്ടല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? പിന്നെ അതിന്റെ അതെ. ലൈഫിന്റെ കാര്യം നമ്മൾ എന്തിനാ നോക്കുന്നത്? പക്ഷെ അതിൽ നിന്നുള്ള ഡിപ്രീസിയേഷൻ കാരണമുള്ള ടാക്സ് സേവിങ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ഇതിന്റെ അകത്ത് അവർ പറയുന്നില്ലേ, ന്യൂ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഓൾഡ് എക്യുപ്മെന്റ് അവർ റീപ്ലേസ് സോൾഡ് ചെയ്യുന്നത്? ചെയ്യും. അതെ, സോൾഡ് ചെയ്യും. അപ്പം ഇയർ 0യിൽ തന്നെ ഇത് സോൾഡ് ആകത്തില്ലേ? ഇയർ അതായത് ന്യൂ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്ന ഇയർ 0യിലല്ലേ? അപ്പൊ സെയിം ആ അതെ. ഇയർ 0യിൽ തന്നെ അത് സോൾഡ് ആകത്തില്ലേ? ആ അത് സോൾഡ് ആവും. അതെ അതെ, അത് ആ ക്യാഷ് ഫ്ലോ പ്രൊസീഡ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. പക്ഷെ ആ ഒരു എക്യുപ്മെന്റ് കാരണം നമുക്ക് ഉണ്ടാവേണ്ട ഡിപ്രീസിയേഷൻ ടാക്സ് സേവിങ്സ് നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. അല്ല, എല്ലാവുന്ന ഐറ്റത്തിന്റെ പിന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ ഷീൽഡ് എടുക്കാൻ പറ്റുമോ? ആ എടുക്കണം. ഇവിടെ എടുക്കും നമ്മള്. ഓക്കെ. അയ്യോ, ഇതെന്താ ഒരു ഇക്വേഷൻ കയറി? എസ്കേപ്പ് അടിച്ചു. ഓക്കെ. അപ്പോ 14,000, 14,000, 14,000. Then incremental depreciation tax shield. ഇയർ 1ൽ നമുക്ക് എത്രയാണ്? 1,500. ഇയർ 2 7,500. Then ഇയർ 3 7,500. നമുക്ക് ഇങ്ങനെ എന്താ പറയുക, സെപ്പറേറ്റ് ഇങ്ങനെ കാണണമെന്നില്ല. അതായത് അവിടെ കാൽക്കുലേഷൻ ഓഫ് ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടില്ലേ, അതിന് സെപ്പറേറ്റ് ഇങ്ങനെ നോട്ട് എഴുതി കാണണമെന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതി തന്നെന്ന് മാത്രം. പിന്നെ നമുക്ക് എന്തെങ്കിലും സബ്സീക്വന്റ് വർക്കിംഗ് ക്യാപിറ്റലോ ഇൻവെസ്റ്റ്മെന്റോ ഉണ്ടാവും? ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ സബ്സീക്വന്റ് ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോ. $14,000 plus 1,500. 14,000 plus 7,500. ക്ലിയർ ആണോ? ഇവിടെ നമുക്ക് ഇയർ 4 എന്താണ്? ടെർമിനൽ ഇയർ ആണ്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്.
ഓക്കെ, ഇയർ 4 വരെയാണ് യൂസ്ഫുൾ ലൈഫ്, ഇയർ 3 വരെയാണ് സബ്സീക്വന്റ് ഇയർ, ഇയർ 4 നമുക്ക് എന്താണ് ടെർമിനൽ ഇയർ ആണ്. അത് നമുക്ക് സെപ്പറേറ്റ് കാണണം. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ഡിക്രിമെന്റൽ ഡിപ്രിസിയേഷൻ ആണെങ്കിൽ എന്താ ചെയ്യാ? ഡിക്രിമെന്റലോ എന്താ ഓൾഡ് ഉദ്ദേശിച്ചത്? അസറ്റിന്റെ ഓൾഡ് അസറ്റിൻ്റെത് പിന്നെ ന്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ ഡിപ്രിസിയേഷൻ. ഇൻക്രിമെന്റൽ എന്ന് ഉദ്ദേശിച്ചാൽ അഡീഷണൽ എന്നാണ്. അഡീഷണൽ അപ്പോ ആയിട്ട്. ഉം. ഇപ്പൊ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ആ അതെ അതെ, നെഗറ്റീവും പോസിറ്റീവും നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇൻഫ്ലോ ഔട്ട്ഫ്ലോവും ഓൺലി ഇൻഫ്ലോ ആയിട്ട് മാത്രമേ എടുക്കൂ അല്ലേ? ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇൻഫ്ലോ ആണ്, സേവിങ്സ് ആണ് നമുക്ക്. ഓക്കെ. ഇൻക്രിമെന്റൽ എന്ന് ഉദ്ദേശിച്ചത് അഡീഷണൽ അല്ലെങ്കിൽ മാർജിനൽ. ഇപ്പോൾ ഇവിടെ ഓൾഡ് 20,000 ആയിരുന്നു, ന്യൂ 25,000 ആയി ഡിപ്രീസിയേഷൻ എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻക്രിമെന്റൽ ഉണ്ടായത് 20,000 മൈനസ് 25,000, 5,000 നമുക്ക് ഇവിടെ എന്തായി ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ ഉണ്ടായി. ഇവിടെ നമ്മൾ നെഗറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യൂല. ഇവിടെ ടാക്സ് സേവിങ്സ് ആണ്, നമുക്ക് ഇൻഫ്ലോ ആണ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യൂല. ക്ലിയർ അത് ആണോ? നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യാത്ത എനിക്ക് ഡൗട്ടാണ്, ഒരു ജസ്റ്റ് ഒരു ഡൗട്ട്. അത് നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യാത്തത് ന്യൂ അസറ്റിന്റെ ഡിപ്രിസിയേഷൻ 25K ഓൾഡ് അസറ്റിന്റെ 20,000 ആയത് കൊണ്ടല്ലേ? അല്ല ഇനിയിപ്പോ അല്ല നേരെ അല്ല ഉൾട്ടയാണെങ്കിലോ? അല്ല നമ്മൾ 20ൽ നിന്നാണ് 25,000 കമ്പയർ ചെയ്യുക. ഓൾഡിൽ നിന്ന് ഓക്കെ എത്രത്തോളം അഡീഷണൽ ന്യൂവിൽക്ക് കിട്ടി, ന്യൂ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തപ്പോൾ കിട്ടി, അതാണ് നമ്മൾ കമ്പയർ ചെയ്യുക. അല്ലാണ്ട് ന്യൂവും ഓൾഡും അല്ല, ഓൾഡും ന്യൂ ആണ് കമ്പയർ ചെയ്യുക. അത് ഞാൻ ഓക്കെ നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ പെട്ടെന്ന് എഴുതി പോകുമ്പോൾ അങ്ങനെ ജസ്റ്റ് എഴുതിയെന്ന് മാത്രം. നേരത്തെ ഞാൻ ജസ്റ്റ് എഴുതുമ്പോൾ ന്യൂ ഓൾഡും ആണ് എഴുതിയത്, അങ്ങനെയല്ല. ഓൾഡിൽ നിന്ന് ന്യൂയിലേക്ക് എത്രയായി, എത്ര അഡീഷണൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നമുക്ക് കിട്ടി, അങ്ങനെയാണ് കമ്പയർ ചെയ്യുക. എന്നിട്ട് എന്ത് നെഗറ്റീവ് ആവും പോസിറ്റീവ് ആണെങ്കിലും നമ്മളത് പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കും അല്ലേ? അതെ, നമുക്കിവിടെ ഇൻഫ്ലോ ആയിട്ട് എടുക്കും, സേവിങ്സ് ആണ്. ടാക്സ് അതെ, ഷീൽഡ് സേവിങ്സ് സേവിങ്സ് ആണ്. ആയിട്ട്. ആ, അപ്പൊ ഓക്കെ നമുക്ക് ഓൾഡ് 25,000 ന്യൂ 30,000 ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ എന്ത് തന്നെയാണ്, സേവിങ്സ് തന്നെയാണ്, നമുക്കിവിടെ ഔട്ട്ഫ്ലോ ഇല്ല. മനസ്സിലായോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? നിങ്ങൾ ഇങ്ങനെ ഓരോ വർഷം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇയർ 1, ഇയർ 2, ഇയർ 3 ഇങ്ങനെ ഒരു ഒറ്റ ഇതിൽ ചെയ്തു പോയാൽ മതിയേ. ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നാളെ ചെയ്യാം. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.
ത്രോട്ട് ഇതുള്ള കാരണമാണ് ഇടയ്ക്ക് ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നത്. ത്രോട്ട് ഇൻഫെക്ഷൻ ഫുള്ളായിട്ട് മാറിയിട്ടില്ല, അതുകൊണ്ടാണ്. No issues, no issues. Vicks. കിച്ച് കിച്ച്. A company is considering to purchase a new equipment with useful life of 5 years, costing $1 lakh. It requires an immediate working capital of $20,000. It has an existing equipment with useful life of 4 years, which was purchased 4 years ago for $80,000. The existing equipment will be sold immediately after the installation of the new equipment for $3,000. Tax rate 40%. The company use straight line method for calculating depreciation for tax purpose. The new machine is expected to generate annual before tax incremental operating cash savings of $40,000. Calculate net initial investment calculate incremental annual after tax operating cash flow after tax cash flow. Okay, after tax cash flow for the year 1, 2, 3, 4 respectively. അപ്പൊ ചെയ്യൂലേ? ചെയ്യൂലേ? Yes. അപ്പൊ ഇനി നമുക്ക് മൺഡേ അല്ലേ ക്ലാസ് ഉള്ളൂ? അല്ല, മൺഡേ അല്ല, നാളെ ക്ലാസ് ഉണ്ടല്ലേ? Yes. അപ്പൊ വൈൻഡപ്പ് ചെയ്താലോ? ഇവിടെ ഇത് ഇൻക്രിമെന്റൽ ടാക്സ് ഷീൽഡ് തന്നെയല്ലേ കണ്ടു? ഇവിടെ നമുക്ക് ഇൻക്രിമെന്റൽ ടാക്സ് ഷീൽഡ് ഉണ്ടോ? വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ. ഇല്ലല്ലോ, 4 ഇല്ല. ഇയേഴ്സിൽ കഴിഞ്ഞില്ലേ? അതെ, കഴിഞ്ഞ്. അപ്പൊ നമുക്ക് ഇൻക്രിമെന്റൽ
ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ഇല്ല. 0 ആയിരിക്കും ഓൾഡ് എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. ഓക്കെ അപ്പൊ എന്നാ ശരി, ടാറ്റാ, ബൈ ബൈ. ഓക്കെ ശരി, താങ്ക് യു ഫോർ യുവർ നാളെ ടൈം. കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. നാളെ രാവിലെയാ രാത്രിയാ? നാളെ രാത്രി. നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ ഓക്കെ ശരി. ഓക്കെ താങ്ക് യു.